ഹലോ. സയൻസിനെയും ടെക്നോളജിയും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഞാൻ വായിക്കുന്നതും വായിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ബീയിങ് ക്യൂരിയസ് എന്ന എൻ്റെ ഈ ചാനൽ വഴി ഞാൻ ശ്രമിക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1972 ശേഷം മനുഷ്യർ ആദ്യമായി ചന്ദ്രനിലേക്ക് യാത്ര ചെയ്ത മിഷനായ ആർട്ടിമിസ് 2 എന്ന നാസയും കനേഡിയൻ സ്പേസ് ഏജൻസിയും ചേർന്ന് നടത്തിയ ഒരു ബഹിരാകാശ ദൗത്യം 10 ദിവസം കൊണ്ട് 10 ലക്ഷത്തിലധികം കിലോമീറ്റർ സഞ്ചരിച്ച് ഏപ്രിൽ 1 തുടങ്ങിയ യാത്ര ഏപ്രിൽ 11 തീർന്ന് അതിലുണ്ടായിരുന്ന 4 ആസ്ട്രോനോട്ട്സ് അവർ തിരിച്ചെത്തി. അവർ പകർത്തിയ ചില ചിത്രങ്ങളും അതിലെ ചില വിശേഷങ്ങളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നെയും കൊണ്ട് ചന്ദ്രനിലേക്ക് പോയ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ SLS എന്ന് പറയുന്ന റോക്കറ്റാണ്. ഈ റോക്കറ്റിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ വെള്ള നിറത്തിൽ കാണുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ശരിക്ക് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഈ ഭാഗം മാത്രമാണ് ശരിക്ക് ചന്ദ്രനിലേക്ക് പോയത്. ബാക്കിയെല്ലാം ഇത് ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് പോകാനുള്ള ഫ്യൂവല് ബൂസ്റ്ററും മെയിൻ റോക്കറ്റും ഒക്കെയുള്ള കമ്പോണൻസ് മാത്രമാണ്. ക്യാപ്സ്യൂൾ മാത്രമാണ് ലോവർ എർത്ത് ഓർബിറ്റിലെത്തുക. കുറച്ച് ഒരു 400 കിലോമീറ്ററോളം പറന്നതിന് ശേഷം ഇത് രണ്ടും ഡിറ്റാച്ച് ചെയ്ത് ഭൂമിയിലേക്ക് തിരിച്ചു വരും. യൂസ്ഫുൾ ആവില്ല. ഇതിലും വലിയ റോക്കറ്റ് സ്പേസ് എക്സ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 4 സ്പേസ് എക്സിൻ്റെ ആ റോക്കറ്റിൽ ഇതുവരെ മാൻഡ് മിഷൻ ആയിരുന്നില്ല, ആൾക്കാർ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് മനുഷ്യരെ കൊണ്ടുപോയ ഏറ്റവും വലിയ വെഹിക്കിൾ റോക്കറ്റ് ആണിത്. SLSൻ്റെ ട്രാജക്ടറി, അതിൻ്റെ യാത്ര എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ നാസ തന്നെ തയ്യാറാക്കിയ ആനിമേഷൻ അവൈലബിൾ ആണ്. അതിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആർട്ടിമിസ് യാത്ര തുടങ്ങി ലോവർ എർത്ത് ഓർബിറ്റിലെത്തി, പിന്നീട് അതൊരു ഹയർ ഓർബിറ്റ്, ഇത്രയും ദൂരം, അതായത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിൻ്റെ ഒക്കെ 40,000 കിലോമീറ്ററോളം ദൂരത്തിൽ എത്തിയതിന് ശേഷം അവിടുന്ന് ഒരു സ്ലിംഗ് ഷോട്ട് മെന്യൂവർ ചെയ്ത്, എന്നുവെച്ചാൽ ആ ക്യാപ്സ്യൂള്, നേരത്തെ പറഞ്ഞ ക്യാപ്സ്യൂളുള്ള ഫ്യൂവൽ ബേൺ ചെയ്ത് എർത്തിൻ്റെ ഗ്രാവിറ്റി അസിസ്റ്റ് കിട്ടി അല്ലെങ്കിൽ എടുത്ത് പിന്നീട് മൂണിലേക്ക് പോകുന്ന, അത് ഡീപ്പ് സ്പേസ് എക്സ്പ്ലോറേഷൻ. ഇതൊക്കെ സ്കെയിലിനല്ല, കാരണം ഇത്രയല്ല ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം. അങ്ങനെ പോകുന്ന ഒരു ആനിമേഷനാണിത്. നാസ തന്നെ വേറൊരു ആനിമേഷനും നമുക്ക് തന്നിട്ടുണ്ട്. അത് സ്കെയിൽ, അതായത് എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയും ഇതിൻ്റെ ട്രാജക്ടറി, ഹയർ എർത്ത് ഓർബിറ്റിൽ നിന്നുള്ള ട്രാജക്ടറിയും ശരിക്ക് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ ആർട്ടിമിസ് 2 ഇപ്പോൾ കാണാൻ നമുക്ക് സ്ലിംഗ് ഷോട്ട്, അപ്പോൾ ആ ഗ്രാവിറ്റി അസിസ്റ്റോട് കൂടി കംപ്ലീറ്റ് ഫോഴ്സും അല്ലെങ്കിൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ആർട്ടിമിസ് 2 ചന്ദ്രൻ ഏപ്രിൽ 6 അവിടെ എത്താൻ, 6 ചന്ദ്രനുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള പോയിന്റിലേക്ക് പോകുന്നത്. ചന്ദ്രൻ ഇപ്പം ഇരിക്കുന്ന പോസ്റ്റിൽ അല്ലെങ്കിൽ പോയിന്റിലേക്ക് നമ്മൾ പോയാൽ, സ്ലിംഗ് ഷോട്ട് ചെയ്താൽ ചന്ദ്രൻ അവിടുന്ന് പോവും. നമ്മൾ വേറെ ഏതെങ്കിലും ഓർബിറ്റ് എത്തും, പക്ഷേ നമുക്ക് ആ പൊസിഷൻ നഷ്ടപ്പെടും. അപ്പോൾ അതിന് പകരം അത് കംപ്ലീറ്റ് മാത്തമാറ്റിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കൃത്യമായ രീതിയിൽ മാത്രമേ ഇവിടേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ സ്ലിംഗ് ഷോട്ടും അതിൻ്റെ മെന്യൂവറിങ്ങും എല്ലാം മില്ലി സെക്കൻഡ് കണക്കിന് പ്രിസിഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ആർട്ടിമിസ് 2 മൂണിലേക്ക് സ്ലിംഗ് ഷോട്ട് ചെയ്തത്. ഇവരാണ് ആർട്ടിമിസ് 2ൻ്റെ ഭാഗമായിട്ട് പോയ 4 പേര്. ഈ ക്രൂ, ഈ 4 പേര്, ഇതിൽ 3 പേര്, ആദ്യത്തെ 3 പേര് അമേരിക്കക്കാരാണ്. അതിൽ ജെറമി എന്ന് പറയുന്ന 4ാമത് നിൽക്കുന്ന ആൾ കാനഡയിൽ നിന്ന ആളാണ്. കനേഡിയൻ ഫ്ലാഗൊക്കെ കാണാം. ഇതിലാദ്യം കാണുന്നത് റീഡ് വൈസ്മാൻ, ഇദ്ദേഹമാണ് കമാൻഡർ. 160-ലധികം ദിവസം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ താമസിച്ച വ്യക്തിയാണ്. ആദ്യമായിട്ട് സ്പേസിൽ പോകുന്ന ആളല്ല. രണ്ടാമത് കാണുന്ന വിക്ടർ ഗ്ലോവർ, എഗെയിൻ 150-ലധികം ദിവസം സ്പേസിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ താമസിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആദ്യമായിട്ട് പോകുന്ന ആളല്ല. ഇദ്ദേഹമാണ് പൈലറ്റ്. റീഡ് വൈസ്മാൻ കമാൻഡറും വിക്ടർ പൈലറ്റും ആയിരുന്നു. മൂന്നാമത് കാണുന്ന
ആള് ക്രിസ്റ്റീന കോച്ച്, ഇവർ 300-ലധികം ദിവസം, ഇവർ രണ്ടുപേരും താമസിച്ചതിനേക്കാൾ കൂടുതൽ ദിവസം സ്പേസിൽ താമസിച്ച വ്യക്തിയാണ്. ഇവർ ചില്ലറക്കാരിയേ അല്ല. അപ്പോൾ ഇവർ 3 പേരും ഈ സ്ത്രീ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവർ 3 പേരും വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ്. ഇതിൽ ജെറമിയുടെ കാര്യം, ജെറമി ആദ്യമായിട്ടാണ് സ്പേസിൽ പോകുന്നതാണ് എനിക്ക് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷേ ജെറമി ആസ്ട്രോനോട്ട്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പോകാൻ യോഗ്യതയുള്ള ആൾ കൂടെയാണ്. ഇതിന് മുമ്പ് ഇവരെല്ലാവരും പൈലറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ എയർഫോഴ്സ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ വ്യക്തികളാണ്. അപ്പോൾ ആരും മോശക്കാരല്ല. ഈ ഇമേജ് എടുത്തത് റീഡ് വൈസ്മൻ ആണ്. ഈ റീഡ് വൈസ്മൻ ഇത് ഹയർ എർത്ത് ഓർബിറ്റ് കഴിഞ്ഞ് ഭൂമിയുടെ, അതായത് ലൂണാർ ഇഞ്ചക്ഷൻ ബേൺ എന്ന് പറയുന്ന സ്ലിംഗ് ഷോട്ട് മെന്യൂവർ, ക്യാപ്സ്യൂളിൽ നിന്നുള്ള ഫ്യൂല് ബേൺ ചെയ്ത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നും ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആർട്ടിമിസിൽ നിന്നും എടുത്ത ഫോട്ടോ ആണിത്. ഈ ഫോട്ടോയിൽ കാണുന്നത് ഭൂമിയുടെ, നമ്മൾ കാണുന്ന മെർക്കേറ്റേഴ്സ് പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്ന പല പ്രൊജക്ഷനിൽ നിന്നും വിപരീതമായി ഈ ഭൂമി തലകീഴായിട്ടാണ് നിൽക്കുന്നത്. തലകീഴായെന്ന് പറയാൻ കാരണം നമ്മളിവിടെ ഇടതുവശത്ത് കാണുന്നത് ആഫ്രിക്കയും ഈ ഇടത്തെ കോർണറിൽ കാണുന്നത് യൂറോപ്പിലേക്കുള്ള ഓരോ മെഡിറ്ററേനിയൻ സീ എന്നൊക്കെ പറയുന്ന ഏരിയയാണ്. ഈ നടുവ് കാണുന്ന ഓഷ്യൻ എന്ന് പറയുന്ന അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ഇവിടെ സൗത്ത് അമേരിക്കയും, കാരണം സൗത്ത് അമേരിക്ക അവിടെ ലൈറ്റ്സ് പോലെ കാണാം. ഇതൊക്കെ നമുക്ക് അത്രയും വെളിച്ചം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മനുഷ്യർ. വെളിച്ചം നമുക്ക് ദൂരെ നിന്ന് ഇത്ര ഹൈറ്റിൽ നിന്നൊക്കെ കാണാം. ഇതൊരു ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റിൻ്റെ, അതായത് 40,000 കിലോമീറ്റർ ദൂരെയൊക്കെ തന്നെ കാണുന്നുണ്ടാവുള്ളൂ. കൃത്യമായ ഡിസ്റ്റൻസ് എനിക്കറിയില്ല. നമ്മൾ മുകളിൽ കാണുന്നത് അന്റാർട്ടിക്കയാണ്, താഴെ കാണുന്നത് കുറച്ച് ചെരിഞ്ഞിട്ടാണ്, താഴെ കാണുന്നത് ആർട്ടിക്കാണ്. അപ്പോൾ 2 സ്ഥലത്തും നമുക്ക് ഒറോറ ബോറിയാലിസ് എന്ന് പറയുന്ന പ്രതിഭാസം കാണാം. ഒറോറ ബോറിയാലിസ് ഭൂമിയുടെ പോൾസിൻ്റെ അവിടെ സോളാർ ഫ്ലെയറും അല്ലെങ്കിൽ കോസ്മിക് റേസ്, സോളാർ ഇജക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് കാരണം ഇല്യൂമിനേറ്റ് ആവുന്നതാണ്. ഇല്യൂമിനേറ്റ് ആവുന്നത് പച്ച കളറിലും പല പല നിറത്തിൽ ഒരു ഗ്ലോയിങ് ഫിനോമിനൻ അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ പിറകിലാണ് സൂര്യൻ. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഈ ഭൂമിയുടെ പിറകിലാണ് സൂര്യൻ. അപ്പോൾ ഇതൊരു സോളാർ എക്ലിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആർട്ടിമിസ് 2 ക്രൂവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സോളാർ എക്ലിപ്സാണ്, സൂര്യനെ മറച്ചിരിക്കുകയാണ്. അപ്പോൾ എവിടുന്നാണ് ഇത്രയും വെളിച്ചമുള്ള ഇമേജ് കിട്ടുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്നതെല്ലാം ചന്ദ്രനിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വന്നിട്ടുള്ള വെളിച്ചമാണ്. ആർട്ടിമിസ് ക്രൂ ഹയർ എർത്ത് ഓർബിറ്റിൽ നിന്നും ലൂണാർ ഇഞ്ചക്ഷൻ ബേൺ ചെയ്യുമ്പോൾ ഭാഗ്യവശാൽ അന്ന് ഫുൾ മൂൺ ആയിരുന്നു, പൗർണമിയായിരുന്നു. അപ്പോൾ പൗർണമി എന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ ഇടതുവശത്ത് എവിടെയോ ചന്ദ്രൻ ഇരിക്കുന്നുണ്ട്. ചന്ദ്രനിൽ നിന്നും വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഭൂമി ഇത്രയും ഇല്യൂമിനേറ്റഡ് ആയി കിടക്കുന്നത്. കുറച്ചൊക്കെ നമ്മൾ ക്യാമറയിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തില്ല. എത്ര ക്യാമറയിൽ അഡ്ജസ്റ്റ് ചെയ്താലും ലൈറ്റ് ഇല്ലാതെ ഇത് കാണില്ല. അതുകൊണ്ട് ചില ലോങ് എക്സ്പോഷർ ഷോട്ടുകൾ എടുത്തിട്ടുണ്ടെന്നല്ലാതെ ഈ കാണുന്ന വെളിച്ചത്തിൻ്റെ ഭൂരിഭാഗം വരുന്നത് സൂര്യനിൽ നിന്നല്ല, ഇത് വരുന്നത് ചന്ദ്രനിൽ നിന്നാണ്. സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചമാണ് പിറകിൽ ഉണ്ടാവുക. ഈ റൈറ്റ് കോർണറിൽ കാണുന്ന വെളിച്ചമെല്ലാം വന്നിരിക്കുന്നത് സോഡിയാക്കൽ ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. അത് പാർട്ടിക്കിൾസ്, പല തരത്തിലുള്ള പാർട്ടിക്കിൾസ് കാരണം ഈ വെളിച്ചം, സൂര്യനിൽ നിന്നുള്ള വെളിച്ചം തട്ടിത്തെറിച്ച് അത് ലോങ്ങർ സ്ട്രീക്സ് ഉണ്ടാക്കും. അപ്പോൾ സോഡിയാക്കൽ ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഈ വലതുവശത്ത് കാണുന്നത്. ഇത് മാർസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഉറപ്പില്ല. ഇത് വീനസാണ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് ഫെയിൻ്റ് ആയിട്ട് ഇവിടെ ഒരു വലയം കാണാം, ഒരു ചെറിയൊരു കോട്ടിംഗ് പോലെ
പല പല നിറത്തിലല്ല, ഒരു ഒരു എന്താ പറയുക, ബ്രൗൺ ടിൻറ്റ് അത് ഇരിക്കുന്ന കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, പണ്ട് തൊട്ട് ഈ ആസ്ട്രോയിഡ്സും ഉൽക്കകളും മറ്റും ഭൂമിയിലേക്ക് പതിച്ചിട്ട് അത് ഭൂമിയിൽ നിന്നും, അതായത് ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കത്തി നശിച്ചു പോകും, അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് കത്തി നശിച്ചു പോയിട്ട് അതിലുള്ള സോഡിയം കണികകൾ ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു പുതപ്പ് പോലെ ഭൂമിയുടെ ചുറ്റും കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന പുതപ്പ് അല്ലെങ്കിൽ ആ സോഡിയം അയോൺസ് എല്ലാം, സോഡിയം മാത്രമല്ല വേറെയും പല ഡെബ്രി അല്ലെങ്കിൽ പൊടിപടലങ്ങളുണ്ട്. ആ പൊടിപടലങ്ങൾ ഇല്യൂമിനേറ്റഡ് ആയിട്ട് കിടക്കും. ഇങ്ങനൊരു ഫോട്ടോ നമുക്കിതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നമ്മുടെ ബ്ലൂ മാർബിൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഫോട്ടോസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫോട്ടോകളിലൊന്നാണ്. ഇത് ഭൂമിയൊക്കെ വിട്ട് കഴിഞ്ഞ് അവസാനം ചന്ദ്രൻ്റെ 10,000 കിലോമീറ്ററിൻ്റെ താഴെ, കുറച്ച് താഴെ 10,000 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുമ്പോൾ ഫ്ലൈ ബൈ എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെ പോകുമ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ് ഇത്. എർത്ത് റൈസ് എന്ന് പറയുന്ന, സൺറൈസ് എന്നൊക്കെ പറയുന്ന പോലെ എർത്ത് റൈസ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഫോട്ടോ ആണ്. ശരിക്ക് ചന്ദ്രൻ്റെ സർഫസിൽ നിന്നും നമുക്ക് എർത്ത് റൈസും എർത്ത് സെറ്റും കാണാൻ പറ്റില്ല. ആസ് ഇൻ ചന്ദ്രൻ ഭൂമിയായിട്ട് ടൈഡലി ലോക്ക്ഡാണ്. അതായത് ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് എപ്പോഴും കാണാൻ പറ്റൂ. ചന്ദ്രൻ കറങ്ങുന്നതും ഭൂമി കറങ്ങുന്നതും ഒരേ സ്പീഡിലാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് ശരിക്കും കാണാൻ പറ്റൂ. മറ്റേ ഭാഗത്തിന്, അതായത് ഡാർക്ക് സർഫസ്, ലൈറ്റ് നമുക്ക് കാണാൻ പറ്റാത്ത സർഫസ് നമുക്ക് ഇന്നേ വരെ കാണാൻ പറ്റിയിട്ടില്ല. അത് കാണുന്നൊരു ഫോട്ടോ, അത് അത്യാവശ്യം കാണുന്നൊരു ഫോട്ടോ ഇവരെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്നത് ചന്ദ്രൻ്റെ ഈ 10,000 കിലോമീറ്റർ താഴെയുള്ള ഓർബിറ്റിൽ നിന്നും, അല്ലെങ്കിൽ ഫ്ലൈ ബൈ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്നും നമ്മൾ മൂണിനെ കാണുമ്പോൾ, എർത്തിനെ കാണുമ്പോൾ എടുത്ത ഫോട്ടോ ആണ്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സർഫസ് എന്ന് പറയുന്നത് ജാഗ്ഡ് എന്ന് പറയും. അതായത് ചന്ദ്രനിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഒരു പ്രതിഭാസവും, അറ്റ്മോസ്ഫറിക്കായിട്ടോ വെള്ളമായിട്ടോ അല്ലെങ്കിൽ ജിയോളജിക്കലായിട്ടുള്ള ഒരു പ്രതിഭാസവും ചന്ദ്രനിലില്ല. ചന്ദ്രനിലൊരു ഉരുണ്ട കല്ല്, ആ കല്ലിൻ്റെ മുകളിൽ വീണ ഉൽക്കകളും മീറ്റിയോർസും എല്ലാം ഇടിച്ചും അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചും ഒക്കെ ഉണ്ടായിട്ടുള്ള കുഴികളും വളവുകളും ഒക്കെ ഈ ഫോട്ടോയിൽ ഇതിൻ്റെ എഡ്ജിൽ നോക്കിയാൽ കാണാം. ഇത് ഭൂമിയിൽ നോക്കിയാൽ കാണില്ല, കാരണം ഭൂമി എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്ലാനറ്റാണ്. അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് അതായത് ഫാർ സൈഡ്, അതായത് ചന്ദ്രനെ ചുറ്റി വരുമ്പോൾ എടുത്ത ഫോട്ടോ ആണ്. അത് അഗെയിൻ ഈ ഫോട്ടോയിൽ ചന്ദ്രൻ്റെ അപ്പുറത്താണ് സൂര്യൻ. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഇടതുവശത്ത് നമ്മൾ വീനസിനെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചന്ദ്രനെ ചുറ്റി വരുമ്പോൾ സൂര്യൻ ഇന്നേ വരെ കാണാത്ത, മനുഷ്യരാരും ഇന്നേ വരെ കാണാത്തൊരു പിക്ചറാണിത്. ഇവിടെ കാണുന്ന ഈ ഫെയിൻ്റായിട്ട് വളരെ വളരെ നേർത്ത രീതിയിൽ അല്ലെങ്കിൽ വളരെ ഡിമ്മായിട്ട് കാണുന്ന ഈ ഭാഗങ്ങളൊന്നും മനുഷ്യൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. എന്നിട്ടും ഇവിടെ വെളിച്ചം വരുന്നുണ്ട്. ആ വെളിച്ചം വരുന്നത് സൂര്യനിൽ നിന്നല്ല. സൂര്യനിൽ നിന്നും ചന്ദ്രനിലേക്ക് വെളിച്ചം വന്നാലും ഈ ഭാഗമൊന്നും ഇല്ലുമിനേറ്റഡ് ആവില്ല. ചന്ദ്രനിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. ഇത് വരുന്നത് ഭൂമിയിൽ നിന്നുള്ള റിഫ്ലക്ഷനാണ്. ഈ റിഫ്ലക്ഷൻ കാരണമാണ് കുറച്ചെങ്കിലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബാക്കി നക്ഷത്രങ്ങളും വീനസിനെയും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് സോളാർ എക്ലിപ്സ്. നമ്മളുടെ ആർട്ടിമിസ് 2 ഉണ്ടായിരുന്ന സോളാർ എക്ലിപ്സ്. ഈ സോളാർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെയും സൂര്യൻ്റെയും ആർട്ടിമിസ് 2-ൻ്റെയും ഇടയിൽ ചന്ദ്രൻ വന്നു നിന്നു. അങ്ങനെ സോളാർ എക്ലിപ്സ് ആർട്ടിമിസ് 2 ടീമിന് കാണാൻ പറ്റി. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഈ വെളിച്ചം കാണുന്നത് നമ്മൾ ശരിക്കും കാണാൻ പാടില്ല. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഒരിക്കലും ഈ ഭാഗത്തേക്ക് എത്തില്ല. ചന്ദ്രൻ ഒരു ഇല്ലുമിനേറ്റഡ് ഒബ്ജക്റ്റ് അല്ല. ഇല്ലുമിനേഷൻ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിലേ ആ ഇല്ലുമിനേഷനൊക്കെ നടക്കുള്ളൂ.
ഈ കാണുന്ന വെളിച്ചം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് വരുന്ന വെളിച്ചമാണ്. ഭൂമിയിൽ നിന്നും സൂര്യൻ്റെ വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്ത് ആ വരുന്ന വെളിച്ചം അടിച്ചിട്ടാണ് ഇവിടെ ഇല്ലുമിനേറ്റഡ് ആയിരിക്കുന്നത്. ഇത് മനുഷ്യരിന്നേ വരെ കാണാത്ത ഭാഗമാണ്. ഇങ്ങനെയൊരു ഫോട്ടോ നമുക്ക് ഇന്നേ വരെ മനുഷ്യൻ 300-400 കോടി വർഷത്തിനിടയ്ക്ക് ഭൂമിയിലുള്ള ഒരു ജീവജാലങ്ങളും ഇതെടുത്തിട്ടില്ല. ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ ഈ ഫോട്ടോയിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ സാറ്റേണിനെ കാണാം. ഇത് മാഴ്സാണ്. പിന്നെ ഇത് വീനസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ഗാലക്സി, 2-3 ഗാലക്സികളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഈ ഫോട്ടോയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് എടുക്കാൻ ഈ 1969-ലും 72 വരെ പോയ മിഷനിലൊക്കെ നമ്മൾ ചന്ദ്രൻ്റെ വെളിച്ചമുള്ള ഭാഗത്താണ് ലാൻഡ് ചെയ്തത്. അവിടെ നിന്ന് ആകാശത്തേക്ക് നോക്കി ഫോട്ടോ എടുത്താലും ഒന്നും കാണാൻ പറ്റില്ല. കാരണം സൂര്യൻ്റെ വെളിച്ചം അത്ര അധികമുണ്ട്. അപ്പോൾ ഈ ഫാർ സൈഡിൽ നിന്ന് എടുക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. കാരണം ഈ സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് നമുക്കിത് സാധിക്കും. മാത്രമല്ല ഇവിടെ ഒരു ഗ്ലോ പോലെ കാണുന്നത് എഗെയിൻ അത് ചന്ദ്രനിൽ നിന്നും വരുന്നതല്ല. ആ കാണുന്നതെല്ലാം സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസാണ്. അതായത് സൂര്യനിൽ നിന്നും പ്ലാസ്മയും ഒരുപാട് സോളാർ ഇജക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആ ഇജക്ഷൻസാണ് നമ്മളിവിടെ ഗ്ലോ പോലെ തോന്നുന്നത്. അത് ചന്ദ്രനുമായിട്ട് ഒരു ബന്ധവുമില്ല. ചന്ദ്രനിലേക്ക് ഇങ്ങനെ ഒരു ഗ്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലോ എത്താനുള്ള ഒരു സാധ്യതയും അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ല. അതെല്ലാം വരുന്നത് സൂര്യനിൽ നിന്നാണ്. അത് കാണുന്നത് ഈ ഫോട്ടോയിൽ നിന്നാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഇത് അടുത്തൊരു ഫോട്ടോ. ഇത് വളരെ നമ്മൾ തിരിഞ്ഞ് സൂര്യനിലേക്ക് നോക്കുന്നതിന് തൊട്ടും സൂര്യനെ നോക്കിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. വളരെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് സൂര്യൻ, വെള്ള നിറത്തിലുള്ള നക്ഷത്രം. പക്ഷേ ഇവിടെ ജാഗ്ഡ് എൻസ്, അതായത് ഒരു എന്താ പറയുക, മിനുസമല്ലാത്ത ഒരു പ്രതലം എന്നുള്ള രീതിയിൽ ചന്ദ്രൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു ഇമേജ് എന്ന് പറയുന്നത് എഗെയിൻ ഇതും വളരെ നല്ല രസമുള്ള ഇമേജാണ്. ഇതും ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയെ ഇങ്ങനെയാണ് നമ്മൾ കാണുക. ഭൂമി പക്ഷേ ഈ ക്രസൻറ്റ് രൂപം, അതായത് നമ്മുടെ ഈ 5-ാം നാൾ 4-ാം നാളൊക്കെ അമാവാസി കഴിഞ്ഞിട്ട് 5-ാം നാളും 4-ാം നാളും കാണുന്ന ചന്ദ്രനെ പോലെ ഭൂമിയെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഈ വേറൊരു രസമുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് 10,000 കിലോമീറ്റർ ദൂരെ നിന്നാണ്. അപ്പോൾ ഈ ക്രേറ്ററും ഈ കാണുന്ന കുഴികളൊക്കെ വളരെ വളരെ വലിയ കുഴികളാണ്. പക്ഷേ ഇതൊരു എന്താ പറയുക, നമ്മുടെ ഈ കല്യാണത്തിന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന പോലെ ഒരു ഗ്ലെയർ അധികം ഇല്ലാത്തൊരു ഫോട്ടോ ആയ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ ലൈറ്റ് ശരിക്കും വരുന്നത് സൂര്യനിൽ നിന്നാണ്. ഭൂമിക്ക് ഇതിലും കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം, ഭൂമി ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നതിനുള്ള കാരണം ഭൂമിയുടെ അറ്റ്മോസ്ഫിയറാണ്. ചന്ദ്രനിൽ ആ അറ്റ്മോസ്ഫിയർ ഇല്ല. അതുകൊണ്ട് തന്നെ തട്ടിത്തെറിക്കാനുള്ള, അതായത് വെളിച്ചം തട്ടി പിന്നീട് വേറൊന്നിനെ ഇല്ലുമിനേറ്റ് അല്ലെങ്കിൽ വേറൊന്നിനെ വെളിച്ചം കൊടുക്കുന്ന രീതിയിലുള്ളൊരു പ്രതിഭാസമൊന്നും ചന്ദ്രനിലില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്രേയിഷ് അല്ലെങ്കിൽ ഒരു നൈസ് ടോൺ എന്നുള്ള രീതിയിലാണ് നമുക്ക് ചന്ദ്രനിൽ നിന്ന് ദൂരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ചൊരു ഫീച്ചറോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഗ്ലോ ഒന്നും കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഭൂമിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമിയിൽ അറ്റ്മോസ്ഫിയർ, വെള്ളം എന്നുള്ള രീതിയിൽ ഇത് പലതും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും ഭൂമി. ആ റിഫ്ലക്ഷൻ ഒന്നും നമുക്ക് ചന്ദ്രനിൽ കാണാൻ പറ്റില്ല. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചിത്രം ഒരു ഗോപ്രോ ക്യാമറയിൽ നിന്ന് എടുത്താണ്. അതായത് ഈ ഗോപ്രോയ്ക്കൊരു ഫ്രീ അഡ്വർടൈസ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് ഇതിന് ഞാൻ കാണുന്നത്. ആർട്ടിമിസ് 2-ൻ്റെ ക്യാപ്സ്യൂൾ പേടകത്തിൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്ത ഗോപ്രോ ക്യാമറയിൽ നിന്നും എടുത്ത ഫോട്ടോ ആണ്. മറ്റ് ഫോട്ടോസെല്ലാം, ഇതിനു മുമ്പ് കാണിച്ച ഫോട്ടോസെല്ലാം ഒട്ടുമിക്കെണ്ണവും എടുത്തത് ഉള്ളിലുള്ള ക്രൂ ആണ്. അതായത് റീഡ് വൈസ്മാനും അല്ലെങ്കിൽ 4 പേരും എടുത്ത ഫോട്ടോസ്, ഒരു നിക്കോൺ ക്യാമറയും വെച്ചെടുത്ത ലോങ് എക്സ്പോഷർ വെച്ചിട്ടും അല്ലാതെയൊക്കെ എടുത്ത ഫോട്ടോസാണ് നമ്മൾ പരിശോധിച്ചത്. ഇതെടുത്ത് ഗോപ്രോ എന്നാണ്. ഇത് വെഹിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷട്ടർ സ്പീഡും അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ലാതെ ഒരു സ്നാപ്പ്.
അത് ഫാർ സൈഡിൽ നിന്ന് എടുത്തതാണ്. അവിടെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും ഈ എർത്ത് നിന്നുള്ള ഗ്ലോ. ഇതൊക്കെ ആർട്ടിമിസ് 2ൻ്റെ ലൈറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ 400 കോടി വർഷമായി ഭൂമി ഉണ്ടായിട്ട്. എന്നിട്ട് ഇന്നേ വരെ കാണാത്ത വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ആർട്ടിമിസ് 2 ക്രൂ തിരിച്ചെത്തുമ്പോൾ അവരെടുത്ത ഫോട്ടോസ്, വീഡിയോസ് എല്ലാം, അവർ കളക്ട് ചെയ്ത എല്ലാ ഡേറ്റയും നമ്മുടെ അടുത്ത യാത്രയ്ക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ 4 പേർക്കും അവർ സപ്പോർട്ട് ചെയ്ത ഏജൻസികൾക്കും ആ ഏജൻസികളെ സപ്പോർട്ട് ചെയ്ത ഗവൺമെൻറ്റുകൾക്കും എല്ലാം എൻ്റെ വക, മനുഷ്യരാശിയുടെ വക ഒരു ബിഗ് സല്യൂട്ട്. ബീയിങ് ക്യൂരിയസിൻ്റെ ആദ്യത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.